കൊച്ചിയിൽ ഗുണ്ടാ സംഘങ്ങളുടെ ഒത്തുചേരൽ. മരടിലെ ഹോട്ടലിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ 6 പേരെ കസ്റ്റഡിയിലെടുത്തു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. അഞ്ജലി ശ്രീജിതാരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഞ്ജലി, എന്തിന്റെ പേരിലായിരുന്നു പരിശോധന? എങ്ങനെയായിരുന്നു പരിശോധന? കൊച്ചിയിൽ നടന്ന മീറ്റപ്പിൽ നിന്നാണ് ഗുണ്ടാ സംഘങ്ങളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതായത് വലിയ രീതിയിൽ കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും ഭാഗമായിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ഗുണ്ടകൾ മരട് ഹോട്ടലുകളിൽ ഒരു മീറ്റപ്പ് നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതായത് മരട് ഭാഗത്തുള്ള ഹോട്ടലുകൾ ഒരു VIP ഫിലിം പ്രൊഡക്ഷൻ കമ്പനി, പുതുതായി ലോഞ്ച് ചെയ്യുന്ന ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയുടെ മീറ്റപ്പ് ആയിരുന്നു നടന്നിരുന്നത്. ആ മീറ്റപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ ആഷ്ലിൻ എന്നൊരു വ്യക്തി വിളിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗുണ്ടകളെല്ലാം ഈ ഹോട്ടലിൽ എത്തിയതെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. 6 പേരെയാണ് ഇത്തരത്തിൽ മരട് ഭാഗത്തുള്ള ഈ ഹോട്ടലിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതിൽ 3 പേർ നിലവിൽ നിരവധി കേസുകളിൽ ഉൾപ്പെട്ടവരാണെന്നാണ് പോലീസിന്റെ വിവരം. എന്നാൽ മറ്റു 3 പേർ നിലവിൽ അവരുടെ പേരിൽ കേസുകളില്ല. എന്നാൽ മുൻകരുതൽ എന്ന വണ്ണമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കൂടാതെ ഇത്തരത്തിൽ ഈ ഒരു മരട് ഹോട്ടലിന്റെ ഭാഗത്തായി നിർത്തിയിട്ടിരിക്കുന്ന ആഷ്ലിൻ എന്ന വ്യക്തിയുടെ ബെൻസ് കാറിൽ നിന്നും തോക്ക്, പെപ്പർ സ്പ്രേ, കത്തി തുടങ്ങിയ ആയുധങ്ങളെല്ലാം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ തോക്കിന് ലൈസൻസ് ഉണ്ടോ എന്നെല്ലാം പരിശോധിച്ചായിരിക്കും വരും ദിവസങ്ങളിലുള്ള അന്വേഷണം മുന്നോട്ട് പോവുക. ഈ ആഷ്ലിൻ സഞ്ചരിച്ച, അതായത് ആ മരട് ഭാഗത്തുള്ള ഹോട്ടലുണ്ടായിരുന്ന കാറിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പ്രസിഡന്റ് എന്നൊരു ബോർഡും ഉണ്ടായിരുന്നു. ഈ വ്യക്തിയെ പക്ഷേ പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ അല്ലെങ്കിൽ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾ രക്ഷപ്പെട്ടു എന്നാണ് അറിയുന്നത്. 6 പേരെയാണ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ തോക്കിന് ലൈസൻസ് ഉണ്ടോ എന്നെല്ലാം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം പോലീസ് ഊർജിതമാക്കും. വലിയ രീതിയിലുള്ള കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള വലിയ രീതിയിലുള്ള ഗുണ്ടാ സംഘങ്ങളുടെ ഒരു മീറ്റപ്പ് ആയിരുന്നു ഇന്ന് മരട് ഭാഗത്തുള്ള ഈ ഹോട്ടലിൽ നടന്നിരുന്നത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഗുണ്ടാ സംഘം കൊച്ചിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവരുടെ ഒരു മീറ്റപ്പ് ഇവിടെ നടക്കുന്നുണ്ടെന്നും എല്ലാം പുറത്തറിഞ്ഞത്. എന്തുതന്നെയായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ അന്വേഷണങ്ങൾ ഊർജിതമാക്കുമെന്ന് തന്നെയാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ തോക്കിന്റെ ലൈസൻസും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരിക. ഈ കാറിന്റെ ഉടമ ആഷ്ലിൻ എന്ന ആളാണ്. അതായത് VIP ഫിലിം പ്രൊഡക്ഷൻ കമ്പനി, അതായത് ഒരു പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതിന്റെ ഒരു മീറ്റപ്പിന്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാം ഈ ഒരു ഹോട്ടലിൽ എത്തിയത്. അതിന്റെ ഭാഗമായിട്ട് പോലീസിന് ലഭിച്ചൊരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹോട്ടലിൽ എത്തിയത്. ഈ തോക്കിന്റെയും മറ്റ് കത്തി തുടങ്ങിയ ആയുധങ്ങളൊക്കെ ഈ ആഷ്ലിൻ എന്ന വ്യക്തിയുടെ ബെൻസ് കാറിൽ നിന്നാണ് കണ്ടെടുത്തിട്ടുള്ളത്. ഈ വ്യക്തിയെ പക്ഷേ പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾ രക്ഷപ്പെട്ടു എന്നാണ് അറിയുന്നത്. വരും ദിവസങ്ങളിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് തന്നെയാണ് കരുതുന്നത്.